നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ കിലിയൻ എംബാപ്പെ മനം കവരുകയാണ്. റയൽ മാഡ്രിഡിൽ അദ്ദേഹം അഡാപ്റ്റഡ് ആയി കഴിഞ്ഞു. കിടിലൻ പ്രകടനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലാസ് പാൽബാസിനെതിരെയുള്ള മത്സരത്തിലെ വിജയം റയൽ മാഡ്രിഡ് പിടിച്ചെടുക്കുമ്പോൾ അതിൽ കിടിലൻ പ്രകടനം അദ്ദേഹം നടത്തുന്നു. കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു, ഈ ടീമിൽ എല്ലാവരും ലീഡേഴ്സാണ്, ഞങ്ങളെല്ലാവരും യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു, ഞങ്ങൾക്ക് കിരീടങ്ങൾ ചൂടണം. എംബാപ്പെ നയം വ്യക്തമാക്കുകയാണ്. സൂപ്പർ കോപ്പ ഡി എസ്പാന ആ പരാജയം അങ്ങ് മറന്നേക്ക്, ഇനിയുള്ള ടൂർണമെന്റുകളിലൊക്കെ മിന്നും പ്രകടനം നടത്തി കിരീടത്തിലേക്ക് പോവുക എന്ന ഉദ്ദേശം തന്നെയാണ് റയൽ മാഡ്രിഡിനുള്ളത്. ഓരോ താരവും ഇവിടെ ലീഡറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കിലിയൻ തന്നെയാണ് ഇപ്പോൾ ലീഡർ എന്നുള്ളത് റയലിന്റെ ഈ സീസണിലെ മാൻ ഓഫ് ദി മാച്ചിന്റെ കണക്കുകളൊന്ന് നോക്കിയാൽ മതി. റയൽ മാഡ്രിഡിന് പ്ലെയർ ഓഫ് ദി മാച്ച് ഏറ്റവും അധികം ഈ സീസണിൽ നേടിയത് കിലിയൻ എംബാപ്പയാണ്. 8 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഇന്നലത്തെ പ്രകടനം കൂടി നോക്കുക, 8 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ. രണ്ടാമതുള്ള ഫെഡെ വാൽവർത്തേക്ക് അദ്ദേഹത്തിന്റെ പകുതിയേ ഉള്ളൂ, 4 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ. വിനി ജൂനിയർക്ക് 3 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളാണെങ്കിൽ ജൂഡ് ബെല്ലിംഗാമിന് 2, തിബോട്ട് കോർട്ടുവക്ക് 1, റോഡ്രിഗോക്ക് 1, അങ്ങനെയാണ് നിൽക്കുന്നത്. കിലിയൻ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കളിക്കളത്തിൽ ഈ കാര്യത്തിൽ ലീഡർ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ എല്ലാവരും ആഞ്ചലോട്ടി മികച്ച രൂപത്തിൽ അവർ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ടീമിൽ ലീഡർമാർ തന്നെയാണ്. ഇന്നലെ ആഞ്ചലോട്ടി പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടീമാണോ, ബെസ്റ്റ് പ്രകടനമാണോ നടത്തുന്നത് ചോദിച്ചാൽ അങ്ങനെ പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങളുടെ താരങ്ങളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള കളിയാണ് ഞങ്ങളിപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.